ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ. ഇഷ്ടമുള്ള ആളിനെ വിവാഹം കഴിക്കാൻ സാധിക്കുക, അവരുടെ കൂടെ ബാക്കിയുള്ള ജീവിതം സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒക്കെ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുക, ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. സ്നേഹിക്കുണ്ടാവും, ഒരു വ്യക്തിയോട് ഇഷ്ടമുണ്ടാവും, എന്നാൽ അത് തുറന്നു പറയാൻ സാധിക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ രണ്ടുപേർക്കും ഇഷ്ടമുണ്ടെങ്കിലും മറ്റുള്ളവർ അംഗീകരിക്കാത്ത അവസ്ഥ, അങ്ങനെ പ്രണയത്തിലുണ്ടാവുന്ന തടസ്സങ്ങൾ, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ ആദ്യം ഉണ്ടായിരുന്ന പ്രണയത്തിൽ ഉണ്ടാവുന്ന ആ സ്നേഹം പിന്നീട് ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഇങ്ങനെ വിവാഹശേഷം ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. എന്നാൽ മറ്റു ചിലർക്ക് വിവാഹത്തിലാണ് തടസ്സം, തങ്ങൾക്ക് അനുയോജ്യരായ പാർട്ട്നേഴ്സിനെ കിട്ടാൻ വൈകുക, വിവാഹം നീണ്ടു പോവുക. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ആണെങ്കിൽ ഇതിന് ഉള്ള ഒരു സൊല്യൂഷനാണ് ഈ വീഡിയോയിൽ കൂടി പറഞ്ഞു തരുന്നത്. ഈ മന്ത്രം നിങ്ങൾ വിശ്വാസത്തോടു കൂടി ദിവസവും 108 തവണ ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കും. മന്ത്രം ഇങ്ങനെയാണ്: ഓം നമോ ഭഗവതേ രുക്മിണീ വല്ലഭായ സ്വാഹ. ഇത് 108 തവണ നിത്യവും മുടങ്ങാതെ ജപിക്കണം. വിദർഭയിലെ രാജകുമാരിയായ രുക്മിണി ദേവി ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രണയിക്കുകയും ഭഗവാനോട് തൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം തുറന്നു പറയുകയും തന്നെ വിവാഹത്തിന് മുന്നേ ആ കൊട്ടാരത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോകണമെന്നും കത്തയക്കുണ്ടായി. പലരും വിചാരിച്ചിരിക്കുന്നത് ഭഗവാൻ രുക്മിണി ദേവിയെ ഈ വിവാഹത്തിന് തൊട്ടു മുന്നേ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചു എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. രുക്മിണി ദേവി ഭഗവാന്റെ രഥം ഓടിച്ചുകൊണ്ട് ഭഗവാനെയും കൊണ്ടാണ് അവിടെ നിന്നും ദ്വാരകയിലേക്ക് പോകുന്നത്. നമ്മുടെ ഉള്ളിലുള്ള പ്രണയം ശക്തമാണെങ്കിൽ, അത് നിസ്വാർത്ഥവും യഥാർത്ഥവുമാണെങ്കിൽ അതിനെ സാക്ഷാത്കരിക്കാൻ യൂണിവേഴ്സ് മുഴുവൻ നമുക്ക് സപ്പോർട്ട് നിൽക്കും. ആ ദൈവീകത നമ്മളിൽ ഉള്ളപ്പോഴാണ് നമ്മളുടെ സോൾമേറ്റിനെ നമ്മൾ കണ്ടുമുട്ടുകയും അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.